അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പാട്ടോ. അത് ഇതേപോലത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഇതേപോലെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇവിടെ വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയനെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടിപ്പിൽ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഞാനൊരു ബ്ലാക്ക് ഇങ്കൊക്കെ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നത് തന്നെ. ബ്ലാക്ക് ഇങ്ക് ഇല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറോ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബ്ലാക്ക് ആയിരിക്കണം എന്ന് മാത്രം. ബ്ലാക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്ലൈൻ കൊടുത്തില്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടയിലൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ, ഏകദേശമൊക്കെ അതേപോലെ ആട്ടോ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചെറിയ ഇതേപോലെ കളർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ അതിൻ്റെ ഇലയിൽ തണ്ട് ലീഫിലൊന്ന് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ നമ്മുടെ ചെറിക്ക് നമ്മളൊന്ന് കളർ ചെയ്തെടുക്കണം. നമ്മുടെ ചെറിക്കുട്ടനെ നമ്മൾ ഇതേപോലെ ഒന്ന് കളർ ചെയ്തെടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടും കൂടി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാം. ഞാൻ ആദ്യം തന്നെ വേറെ ഒന്നും നോക്കിയിട്ടാട്ടോ ഞാനിവിടെ എഴുതുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ നെയിമാട്ടോ. നെയിമിന് ഞാൻ ഇതേപോലെ എഴുതിയിട്ട് ഒരു വലിയ ടൈപ്പ് ഇത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയതായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു ടൈപ്പ് ട്രാസർ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വലിയതായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിന് ഞാനിവിടെ ചെറിയതായിട്ടാട്ടോ വരഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും ചെറിയതായിട്ട് മതിയല്ലോ ക്ലാസ്. പിന്നെ നമ്മുടെ ഡിവിഷൻ അതിന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോൾ നമ്പർ, പിന്നെ സബ്ജക്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയാണ് ചെയ്തെടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലി നെയിം സ്ലിപ്പ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്താ ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ.